13ാമത്തെ വയസ്സിൽ ജയിലിൽ കിടക്കാൻ തുടങ്ങിയാണ്, മനസ്സിലായ? 2 കൊല കേസുണ്ട്, 302. വീഡിയോ എടുത്താലും എന്തിനെടുത്താലും ബ്രോ എനിക്കൊരു കുഴപ്പമില്ല. നിന്റെ നമസ്കാരം. അടിക്കടി കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്നവരുടെ നാടാണ് കേരളം. ചില ചെറുപ്പക്കാരൊക്കെ ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഓരോ തവണ ജയിലിലാകുമ്പോഴും അവർക്ക് യാതൊരു കൂസലുമില്ല. പോലീസ് പിടിക്കുമ്പോഴൊക്കെ അവർ മാധ്യമങ്ങളെയൊക്കെ നോക്കി കൈവീശി ചിരിച്ച് പോലീസിനെ പോലും വെല്ലുവിളിച്ചുകൊണ്ടാണ് അവർ വളരെ സന്തോഷത്തോടു കൂടി വിദേശയാത്രയ്ക്ക് പോകുന്ന ഒരു സന്തോഷത്തോടും ഒക്കെ ജയിലിലേക്ക് പോകുന്നത്. 2 കരമുടുക്കിയ രസീതും ഒരു 10,000-15,000 രൂപയും ഉണ്ടെങ്കിൽ 2-3 ദിവസം റിമാൻഡിൽ കഴിഞ്ഞിട്ട് ഇറങ്ങി വരാം, വീണ്ടും കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാം, പുറത്തിറങ്ങിയാൽ ആൾക്കാരൊക്കെ നമ്മളെ ഭയപ്പെടും എന്നുള്ള ഒരു ധാരണ ഇപ്പോൾ കേരളത്തിലെ ചെറുപ്പക്കാർക്കുണ്ടായിട്ടുണ്ട്. അതാണ് ഇങ്ങനെ അടിക്കടി, അതായത് രാജ്യത്ത് ഒരിടത്തും നടക്കാത്ത തരത്തിലുള്ള കുറ്റകൃത്യങ്ങളാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് കഴിഞ്ഞ 10 വർഷങ്ങളായി. ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാനിലൂടെ പിടിച്ചെടുത്തിരിക്കുന്നത് കിലോ കണക്കിന് രാസലഹരികളാണ്. അപ്പോൾ ഇതൊക്കെ ഈ UDF സർക്കാർ അധികാരത്തിൽ വരാതിരിക്കുകയും രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയാകാതിരിക്കുകയും അദ്ദേഹം ഓപ്പറേഷൻ തൂഫാൻ എന്നൊരു പദ്ധതി ആവിഷ്കരിക്കാതിരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഈ മയക്കുമരുന്നുകളൊക്കെ കേരളത്തിലെ ജനങ്ങൾ ഉപയോഗിക്കേണ്ടതാണ്. ഇവിടെ ജീവിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികളും കേരളത്തിലെ തന്നെ ജനങ്ങളുമൊക്കെ ഉപയോഗിക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും കൂടിയ അളവിലുള്ള മയക്കുമരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ അവരൊക്കെ എത്രമാത്രം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടും എന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ്. അപ്പോൾ ഇന്നലെ ഒരു കൗതുകകരമായിട്ടുള്ളൊരു കാഴ്ച കണ്ടു. കൗതുകകരമായിട്ടുള്ള എന്നുള്ളതല്ല, ഭയപ്പെടുത്തുന്ന ഒരു കാഴ്ച. ഒരു മോഷണക്കേസിലെ പ്രതികളെ പോലീസ് പിടികൂടിയപ്പോൾ ഞങ്ങൾ 13ാം വയസ്സിൽ ഞാൻ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട് ജയിലിൽ പോയി തുടങ്ങിയതാണ്, എന്നെ ഭയപ്പെടുത്താനൊന്നും നോക്കണ്ട എന്ന് പറഞ്ഞ് അയാൾ വെല്ലുവിളിക്കുന്ന ഒരു വീഡിയോ പ്രചരിക്കുന്നത് കാണാനിടയായി. കടക്കലിൽ കട കുത്തി തുറന്ന് പണവും മൊബൈൽ ഫോണും കവർന്ന് രക്ഷപ്പെടുന്നതിനിടയിലാണ് ഈ മോഷ്ടാക്കളെ പോലീസ് പിടികൂടിയത്. ഈ മോഷ്ടാക്കൾ ആരാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം കല്ലിയൂർ കുറക്കോട്ടുകോണം കുന്നുംപുറത്ത് വീട്ടിൽ യദുകൃഷ്ണൻ എന്ന 18 വയസ്സുകാരൻ, ശ്രീകാര്യം ചന്തവിള പുതുവൽപുത്തൻ വീട്ടിൽ ആദർശ് എന്ന 20കാരൻ. ഇവരെയാണ് കടയ്ക്കൽ SI ജ്യോതിഷ് ചിറവൂരിൻ്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. മോഷ്ടിച്ച ബൈക്കിലാണ് ഇവർ മോഷണത്തിനായി എത്തിയത്. പാങ്ങലുകാട് ജംഗ്ഷനിലെ കട പൊളിച്ചു കയറി മൊബൈൽ ഫോണും പണവും അടിച്ചു മാറ്റി. കടയുടെ ഗ്ലാസ് അടിച്ചു പൊട്ടിക്കുന്നതിനിടയിൽ കയ്യിൽ മുറിവേറ്റതിനെ തുടർന്ന് ചികിത്സയ്ക്കായി കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലേക്ക് കയറിയപ്പോഴാണ് പോലീസ് നാട്ടുകാരും ചേർന്ന് ഇവരെ പിടികൂടിയത്. ഒരുപാട് കേസുകളിൽ പ്രതികളാണ് ഇവരെന്നാണ് പോലീസ് പറയുന്നത്. കൊല്ലം ഈസ്റ്റ്, തിരുവനന്തപുരം മ്യൂസിയം, കഴക്കൂട്ടം, തുമ്പ, നെടുമങ്ങാട് തുടങ്ങിയ പല പോലീസ് സ്റ്റേഷനുകളിലായി നിരവധി മോഷണ കേസുകൾ, അതുപോലെ വാഹനക്കടത്ത്, കൊലപാതക ശ്രമം തുടങ്ങി കേസുകളൊക്കെ ഇവരുടെ പേരിലുണ്ട്. കഞ്ചാവ് കേസ്, MDMA എന്നിവയുടെ വിപണനവുമായി ബന്ധപ്പെട്ടും ഇവർക്ക് നേരിട്ട് ബന്ധമുണ്ടെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. പോലീസുകാരെ വെല്ലുവിളിക്കാനും ആക്രമിക്കാനുമുള്ള പ്രതികളുടെ ശ്രമം അവിടെ സംഘർഷാവസ്ഥ സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്തിരുന്നു കടക്കൽ ആശുപത്രിയിൽ. അവൻ പറയുന്നത് 13ാം വയസ്സിൽ ജയിലിൽ കയറിയതാണ്, 2 കൊലക്കേസുണ്ട്, സ്വന്തം വക്കീലുണ്ടടാ, പിടിയിലായതിന് പിന്നാലെ പ്രതികൾ പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട് പറയുന്നതാണ് ഇതൊക്കെ. അത് 20ഉം 18ഉം വയസ്സായ 2 ചെറുപ്പക്കാരാണ്. കോടതിയിൽ കൂടിപ്പോയാൽ 14 ദിവസം, അതുമല്ലെങ്കിൽ 1 മാസം തിരിച്ചു വരും, കാണിച്ചു തരാം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുകയാണ് ഈ പ്രതികൾ. ഇവരുടെ പ്രായം നമ്മൾ ഓർത്ത് നോക്കണം, 18 വയസ്സും 20 വയസ്സും. എത്ര കാലം ജീവിക്കേണ്ടവരാണ്, ഈ രാജ്യത്തിനും സമൂഹത്തിനും വേണ്ടി എന്തെല്ലാം ചെയ്യേണ്ടവരാണ്. ശരി, ഇനി ഒരു സംഭാവനയും ചെയ്തില്ലെങ്കിലും വേണ്ടില്ല, ഒരു ഉപദ്രവവും ചെയ്യാതെയെങ്കിലും ജീവിക്കാമായിരുന്നു. പക്ഷേ ഇങ്ങനെയുള്ളവരൊക്കെ എങ്ങനെയാണ് ഈ വീണ്ടും കുറ്റകൃത്യം ആവർത്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവാദി ഇവിടുത്തെ നിയമം തന്നെയാണ്. വധശിക്ഷ നടപ്പിലാക്കാൻ കഴിയില്ല. അങ്ങനെ മനുഷ്യസ്നേഹികളൊക്കെ നിലവിളിക്കുന്നുണ്ട്. വധശിക്ഷ പ്രാകൃതമാണ്, അത് നടപ്പിലാക്കാൻ കഴിയില്ല. ഇപ്പോൾ തന്നെ ചെന്താമര, പോത്തുണ്ടി കൊലക്കേസിലെ ചെന്താമര ഒരു ജഡ്ജിയുടെ മുഖത്ത് നോക്കി പറയുകയാണ്, ഞാൻ ഗാന്ധിയല്ല, ഒരു കരണത്തടിച്ചാൽ മറ്റേ കരണം കാണിച്ചു കൊടുക്കാൻ ഞാൻ ഇനിയും ചെയ്യും അവസരം കിട്ടിയാൽ എന്ന് അയാൾ ജഡ്ജിയുടെ മുഖത്ത് നോക്കി പറയുമ്പോൾ അയാളുടെ ഉള്ളിൽ എന്താണ്? എന്നെ ശിക്ഷിച്ച് ജയിലിലയക്കും, ഞാൻ ജയിലിൽ സുഭിക്ഷമായി ജീവിക്കും, ആഴ്ചയിൽ ഒരു ദിവസം മട്ടൻ കറിയുണ്ട്, ഒരു ദിവസം ചിക്കൻ കറിയുണ്ട്, മീൻ കറിയുണ്ട്, പിന്നെ എനിക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ഒന്നും അറിയണ്ട, ഒന്ന് പറഞ്ഞാൽ മതി, എന്നെ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, സർവ്വ സൗകര്യങ്ങളുമുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പരോളിലിറങ്ങാം, കുറച്ച് വർഷങ്ങൾ 2-3 വർഷങ്ങൾ കഴിയുമ്പോൾ പരോളിലിറങ്ങാം, ഒരു ദിവസം 500 രൂപ 650 രൂപ ശമ്പളമുണ്ട്. അപ്പോൾ സുഭിക്ഷമാണ്, കിടക്കാനുള്ള ഇടവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏതൊരു കുറ്റവാളിയും ആ രീതിയിലേ ചിന്തിക്കൂ. ഇത്തരത്തിലുള്ള ക്രിമിനലുകളൊക്കെ അവർക്ക് അല്ലെങ്കിൽ കുടുംബത്തെക്കുറിച്ച് ഓർമ്മയുണ്ടാകണം, അല്ലെങ്കിൽ തങ്ങൾ ചെയ്യുന്ന കുറ്റകൃത്യത്തെക്കുറിച്ച് ബോധ്യമുണ്ടാകണം, അല്ലെങ്കിൽ തങ്ങൾ ഇരകളാക്കുന്നവരെക്കുറിച്ചുള്ള ഒരു ബോധമുണ്ടാകണം. ഇതൊന്നുമില്ലാത്തവരൊക്കെ ഈ ചെന്താമരയെ പോലെ തന്നെ പെരുമാറും. ഈ ചെന്താമരയൊക്കെ ഇങ്ങനെ പെരുമാറാൻ തന്നെ കാരണം ഇതാണ്. കോടതി വധശിക്ഷ വിധിച്ചാൽ പോലും എന്താണ് സംഭവിക്കുന്നത്? ഒന്നും സംഭവിക്കില്ല. അവരുടെ മുന്നിൽ ഒരുപാട് വഴികളുണ്ട്. അപ്പോൾ കീഴ്ക്കോടതി വധശിക്ഷ വിധിച്ചാൽ ഹൈക്കോടതി തള്ളിയാൽ സുപ്രീം കോടതി തള്ളിയാൽ രാഷ്ട്രപതിയുടെ
ദയാഹർജി. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി വരുമ്പോൾ ചെന്താമരയുടെ 10ാം ചരമവാർഷികം പണ്ടേ കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ അതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥിതി. എന്ന് മാത്രമല്ല, ഇത്തരത്തിൽ എന്തു ചെയ്താലും കുറ്റവാളിക്കും അവർക്ക് മനുഷ്യാവകാശമുണ്ട്. ശരി, അവർക്ക് മനുഷ്യാവകാശമുണ്ട്, ഇല്ല എന്നുള്ളത് നമുക്ക് നിഷേധിക്കാൻ കഴിയുന്ന ഒന്നല്ല. പക്ഷേ അവർക്ക് മതിയായ ശിക്ഷ കൊടുക്കണം. ഒരാളെ വീട്ടിൽ മര്യാദയ്ക്ക് ഇരിക്കുന്ന ഒരാളെ കവർച്ചയുടെ പേരിൽ മറ്റും വീട് കുത്തി തുറന്ന് അകത്ത് കയറുകയും അവിടുത്തെ സ്ത്രീകളെ പീഡിപ്പിക്കുകയും കവർച്ച ചെയ്യുകയും അവരെ പിന്നീട് കൊലപ്പെടുത്തുകയും ചെയ്തവനെ പോലും പിടികൂടിയാലും അവർക്ക് വധശിക്ഷയില്ല, അവർ ജയിലിലേക്ക് അയക്കും. അതെന്തൊരു നീതിയാണ്? മര്യാദയ്ക്ക് ജീവിക്കുന്നവന് പോലും അല്ലെങ്കിൽ മരണപ്പെട്ടവന് പോലും നീതി കിട്ടാത്ത ഒരു നിയമവ്യവസ്ഥ. ഇത് മറ്റേതെങ്കിലും വിദേശ രാജ്യങ്ങളിലായിരുന്നെങ്കിലോ? അപ്പോൾ ഇതാണ് കുറ്റവാളികളെ വീണ്ടും വീണ്ടും കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് കുറ്റകൃത്യം ചെയ്താലും എനിക്ക് 2 കരമടച്ച രസീതും ഒരു 10,000-15,000 രൂപയും ഉണ്ടെങ്കിൽ എനിക്ക് തിരിച്ചിറങ്ങി വരാം. പല മോഷ്ടാക്കൾക്കും സ്ഥിരമായി വക്കീലന്മാരും അഭിഭാഷകർ പോലും ഉണ്ട് എന്നുള്ളതാണ് ഒരു രസകരമായിട്ടുള്ള കാര്യം. അത് എല്ലാവർക്കും അറിയാവുന്നതുമാണ്. പക്ഷേ ഇവിടെ പൊളിച്ചെഴുതപ്പെടേണ്ടത് നമ്മുടെ നിയമവ്യവസ്ഥിതിയാണ്. അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. പോലീസിനെ പോലും ഭയമില്ല. നമുക്കെന്തെങ്കിലും സാധാരണക്കാരനായ ഒരാൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ പ്രയാസമോ ഉണ്ടാകുമ്പോൾ ഓടിക്കയറി ചെല്ലേണ്ടത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. ആ പോലീസുകാർക്ക് പോലും രക്ഷയില്ലാത്തൊരു നാടാണ്. ഇന്നലെ തന്നെ നെയ്യാറ്റിൻകരയിൽ നടരാജ ഫിനാൻസ് എന്ന് പറയുന്ന ഒരു തട്ടിപ്പ് സ്ഥാപനത്തിൽ അതിൻ്റെ ഉടമസ്ഥനായ പ്രതിയെ ഒളിവിലായിരുന്നു അയാളെ പിടികൂടാൻ ചെന്ന 3 പോലീസുകാരെ 2 വാഹനങ്ങളിലാണ്, 2 2 വീലറുകളിലാണ് അവർ മഫ്തിയിൽ ചെന്നത്. അവരെ ജീപ്പ് കയറ്റി കൊല്ലാൻ ശ്രമിച്ചു. അതൊരു പോലീസുകാരൻ്റെ പുതിയ 2 വീലറാണ്. ആ 2 വീലറിൻ്റെ മുകളിൽ കൂടി താർ ജീപ്പ് കയറ്റി ഇറക്കി ആ പോലീസുകാർ. അവർ വളരെ ഭാഗ്യം കൊണ്ടാണ് അവർ രക്ഷപ്പെട്ടത് പോലും. അപ്പോൾ അവനെ പിടികൂടിയാലും ഒന്നും ചെയ്യാൻ കഴിയില്ല. അവനെ പിടിച്ചുകൂടി 2-3 ഇടി കൊടുത്താൽ പോലും അവിടെയും മനുഷ്യാവകാശം, പിന്നെ പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റി, മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് വരും. അപ്പോൾ ഇതാണ് ഒരു തരത്തിൽ ഈ നാട്ടിലുള്ള ക്രിമിനലുകൾ വർദ്ധിക്കാൻ കാരണം എന്ന് പറയാതെ വയ്യ. എന്തായാലും ഇവിടെ പൊളിച്ചെഴുതപ്പെടേണ്ടത് നിയമം തന്നെയാണ്. പിന്നെ ഇനി ഒരു കാര്യം കൂടി, ഇത്തരത്തിൽ പലരും നിയമം കയ്യിലെടുക്കുന്നതും ഇതുകൊണ്ടാണ്. തങ്ങളെ ഉപദ്രവിക്കുന്നവരെ അല്ലെങ്കിൽ തങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നവരെ ചിലർ തന്നെ കൈകാര്യം ചെയ്യുന്ന ഒരു പ്രവണത ഈയിടെ വർദ്ധിച്ചു വരുന്നുണ്ട്. അതിന് വർദ്ധിച്ചു വരുന്നതിനും കാരണമുണ്ട്. കാരണം പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി പോയി കഴിഞ്ഞാൽ FIR രജിസ്റ്റർ ചെയ്യുന്നു, പിന്നീട് അതിൻ്റെ നടപടിക്രമങ്ങൾ, പിന്നീട് കോടതിയിൽ കയറണം. കോടതിയിൽ പോയി കഴിഞ്ഞാൽ തന്നെ വർഷങ്ങളോളം കേസ് നീണ്ടുപോകും. മറ്റവൻ ഈ ഉപദ്രവിച്ചവൻ ഇവരുടെ മുന്നിലൂടെ ഇറങ്ങി ഞെളിഞ്ഞ് നടക്കുകയും ചെയ്യും. ഇതൊന്നും സഹിക്കാൻ പറ്റാത്തവരാണ് സ്വയം നിയമം കയ്യിലെടുക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഒരു തടയിടേണ്ടത് നിയമം തന്നെയാണ്. നിയമങ്ങളൊക്കെ പൊളിച്ചെഴുതേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. സമൂഹത്തിന് ദോഷമായിട്ടുള്ളവരെ അത്തരത്തിൽ തന്നെ കൈകാര്യം ചെയ്യണം. വധശിക്ഷ കർശനമാക്കണം. കാരണം ഒരാൾക്ക് മറ്റൊരാളെ കൊല്ലാൻ കഴിയുമെങ്കിൽ അയാൾക്കും ഇവിടെ ഈ ഭൂമിയിൽ ജീവിക്കാൻ അർഹതയില്ല എന്നുള്ളതാണ് വാസ്തവം. കവർച്ചയ്ക്കും മറ്റും കയറുകയും തനിക്ക് ഒരു പരിചയമില്ലാത്തവരെ കൊലപ്പെടുത്തുകയും കൊട്ടേഷൻ എടുത്തുകൊണ്ട് മറ്റുള്ളവരെ കൊലപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നവരെ കഴുമരത്തിലേക്ക് അയക്കാനുള്ള ഒരു നിയമനിർമ്മാണമാണ് ഇവിടെ വേണ്ടത്. അതില്ലാത്തിടത്തോളം കാലം ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.